ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുപ്പൊന്നും ഇല്ലാത്ത കാരണം ഞാൻ മാവ് പൊങ്ങാൻ വെക്കൽ ചൂടുവെള്ളത്തിൻ്റെ മേലെയാണ് കേട്ടോ. അപ്പോൾ നല്ല പൊങ്ങി വരും. അപ്പോൾ ദോശയ്ക്ക് വേണ്ടി നമുക്കൊരു ചട്നി ഉണ്ടാക്കാം കേട്ടോ. തേങ്ങ അല്ലാത്ത ചട്നിയാണ്. ഇതിന് കുറച്ച് ചെറിയുള്ളിയും ഒരു സവാള, 2-3 വറ്റൽമുളകും 2 തക്കാളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ വേണം കേട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ ഒന്ന് നല്ല വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളിയും കൂടെ ഇട്ട് വെച്ചിട്ട് നല്ലൊന്ന് വഴറ്റണം. തക്കാളി ചുട്ടിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചട്നിക്ക് ഉണക്കമുളക് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഉണക്കമുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും മതി. വെളിച്ചെണ്ണ വേണം കേട്ടോ. ഓയിലാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം അധികം ചേർക്കണ്ട. ചട്ടി ചുവറ്റിയിട്ട് വയ്ക്കണ ആ വെള്ളം മാത്രം മതി കേട്ടോ. പിന്നെ ഇതിൽ തേങ്ങ ഇടുന്നവരും ഉണ്ട്, പക്ഷെ തേങ്ങ ഇടാതെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് താളിച്ചും കൂടി എടുക്കാം കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഞാനൊന്ന് വറുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ആ സമയത്ത് ഇട്ടാൽ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ദോശ ചുടാം. അപ്പോൾ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ദോശ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ചട്നി വെച്ചിട്ടൊന്ന് തിരിച്ച് മുറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് അങ്ങനെ ടിഫിൻ ബോക്സിലാക്കി കൊടുത്തു വിടാം കേട്ടോ. അപ്പോൾ പിന്നെ ചട്നി തനിച്ച് ദോശ തനിച്ചൊന്നും കൊടുത്തേക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ചട്നി ദോശക്ക് മാത്രമല്ല കേട്ടോ, പരിപ്പ് വട, ഉള്ളിവട, പക്കവട, ഇങ്ങനെ എല്ലാ എണ്ണക്കടികൾക്കും ഈ ചട്നി നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ടാൽ ഇതിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങ ഇട്ടാൽ ഇടുന്നവർക്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.